സജി മഞ്ഞക്കടമ്പൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. സജി, താങ്കൾ പാലക്കാരനാണല്ലോ അല്ലേ? ഈ ശരിക്കും അവിടെ വന്ന് മുഖ്യമന്ത്രി ചാഴികാടനെ തിരുത്തുകയായിരുന്നുവല്ലോ ചെയ്തത്. ചാഴികാടൻ പറഞ്ഞത് അബദ്ധമായി പോയി എന്നാണ് ഇവിടെ, അല്ല അബദ്ധമായി എന്നല്ല, അവിടെ പറയേണ്ട പ്രശ്നങ്ങൾ അത് ഇതായിരുന്നില്ല എന്നല്ല, ആ മണ്ഡലത്തിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ആ സമയത്ത് അതല്ല പറയേണ്ടിയിരുന്നത്. ഇതാണ് ഹസ്കർ ഇവിടെ പറഞ്ഞത്. അല്ല, നമുക്കെല്ലാവർക്കും ബോധ്യമാണല്ലോ മുഖ്യമന്ത്രിയുടെ പ്രസംഗം, മറുപടി പ്രസംഗം കേട്ടപ്പോൾ നമുക്കെല്ലാം ബോധ്യമായത് ചാഴികാടൻ അതോടെ പറയാൻ പാടില്ലായിരുന്നു. മുഖ്യമന്ത്രി ആഗ്രഹിച്ചത് കഴിഞ്ഞ 7 വർഷക്കാലമായി കേരള സംസ്ഥാനം ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെയുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾക്കെതിരെ മറുപടി പറയുക, ഇവിടെ സർക്കാരിനെ വെള്ളപൂശുക, സർക്കാർ ചെയ്ത ജനക്ഷേമ പ്രവർത്തനം നടന്നില്ലെങ്കിൽ ജനക്ഷേമ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാനാണ് അദ്ദേഹം ഈ ജനസഭ സംഘടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സിൽ. അതിന് വിരുദ്ധമായി ഇവിടെ ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇത് ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യം എന്ന് പറഞ്ഞാല് പല സിന്തറ്റിക് ട്രാക്കില് ഞങ്ങളൊക്കെ പറഞ്ഞതാണ് അവിടെ ഈ പ്രോഗ്രാം നടന്നത്. ട്രാക്ക് ഒന്നാമെ പോയിരിക്കുകയാണ്. ആ ട്രാക്ക് നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാർ പറഞ്ഞു, ഇവിടുത്തെ സ്പോർട്സ് പ്രേമികളെ വിളിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാരോട് പറഞ്ഞു, മുഖ്യമന്ത്രി വരുമ്പോൾ ഒരു 10 കോടി രൂപ നമ്മുടെ സ്റ്റേഡിയത്തിന് വേണ്ടി പുതുതായിട്ട് പ്രഖ്യാപിക്കാൻ പോവുകയാണ് എന്നാണ് MP ഉൾപ്പെടെയുള്ള ആളുകളെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചത് എന്താ, എന്നാൽ ഞാൻ പറഞ്ഞിട്ടായി മുഖ്യമന്ത്രി 10 കോടി അനുവദിച്ചു എന്ന് വരട്ടെ എന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ, നിങ്ങൾ ഓർക്കണം, തെരഞ്ഞെടുപ്പ് പദ്ധതിയിൽ ചാഴികാടനെ നേതാവ് പാർട്ടി ചെയർമാനായിരിക്കുന്ന ജോസ് കെ മാണി ഉൾപ്പെടെ അവതരിപ്പിച്ച തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത് എന്താ, റബ്ബറിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നാൽ 250 രൂപ തറവില പ്രഖ്യാപിക്കും. അതൊക്കെ ഈ പാലായിൽ പ്രഖ്യാപിക്കുമെന്ന് ചാഴികാടൻ അങ്ങ് വിചാരിച്ചു പോയി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് ചോദിച്ചത്, ഇതൊന്നും നടക്കാത്ത കാര്യം എന്തിനാണ് ഇവിടെ ആളുകളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഉദ്ദേശിച്ചത്. മറ്റൊരു കാര്യം പറയാം. ഏതായാലും മുഖ്യമന്ത്രി സത്യം പാലായി വെളിപ്പെടുത്തി ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞു ജനകീയ വിഷയങ്ങൾ പഠിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുമാണ് ജനസദസ് സംഘടിപ്പിക്കുന്നത്. ആ ജനസദസ്സിൽ ലഭിക്കുന്ന അപേക്ഷകൾ അത് സോർട്ട് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ച് അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഇവിടുത്തെ ജനകീയ വിഷയങ്ങൾ എന്താണെന്ന് പഠിക്കാൻ, ഇവിടുത്തെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ ഉപദ്രവിക്കുന്ന കാര്യം വിശദീകരിക്കാനാണ് ഞങ്ങൾ ഈ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ജനകീയ വിഷയങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, 7 വർഷമായി അല്ലെ 7.5 വർഷമായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുഖ്യമന്ത്രിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല. ശരി സജി, പക്ഷെ കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ റോഷി ഇതിനൊരു മറുപടി നൽകിയിരുന്നു. റോഷി പറഞ്ഞത് ചാഴികാടൻ അവിടെ റബ്ബറിന്റെ കാര്യവും ഒക്കെ പറഞ്ഞത്, പാലത്തിന്റെ കാര്യവും ചെറുപ്പകൽ പാലത്തിന്റെ കാര്യവും പറഞ്ഞത് അതിലൊരു കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ പാലായുടെ ഒരു പ്രശ്നം തന്നെയാണ് അത് എന്നാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങൾ വരുന്നത് ഈ ജനങ്ങളെ കാണുന്നതിന് വേണ്ടിയാണ്, ജനങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടിയാണ് എന്ന്. റോഷിയുടെ ഈ മറുപടിയെ കുറിച്ച് താങ്കൾ എന്ത് പറയുന്നു? റോഷിക്ക് അതിനപ്പുറത്തൊന്നും പറയാൻ പറ്റില്ലല്ലോ. റോഷിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പാലായിലെ അല്ലെങ്കിൽ കോട്ടയത്തെ ജനപ്രതിനിധി അവമാനിച്ച് ശരിയായില്ല എന്നൊരു വാക്ക് പറയാൻ ആർജവമുണ്ടോ? പറയില്ല. അവരൊക്കെ ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യം ഇവരൊക്കെ വിചാരിച്ച് നിങ്ങൾ നോക്കണം, ജോസ് കെ മാണിയും കൂട്ടരും ഇപ്പോൾ നേരെ മറിച്ച് UDF ഭാഗമായിരുന്നെങ്കിൽ ഇന്നലെ തന്നെ രാജി നടന്നതല്ലോ, ഇന്നലെ തന്നെ പത്രസമ്മേളനം നടന്നതല്ലോ. ഇപ്പൊ റോഷിക്കും ജോസ് കെ മാണിക്കും ഒന്നും നാവ് പൊങ്ങിയാൽ പിണറായി വിജയൻ പറയും കടക്കൂ പുറത്തെന്ന് പറയും. അതറിയാവുന്നവർ ഇന്ന് പുത്രമടക്കി അവർ ആ മന്ത്രിസഭയിൽ തന്നെ തുടരാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ഇനിയിപ്പോ UDF കടന്നു വന്ന അവിടെ UDF 2 വീട്ടിൽ നീട്ടി സ്വീകരിക്കാൻ ആരെങ്കിലും ഇരിപ്പുണ്ടോ? അതൊക്കെറിയാം. അതുകൊണ്ട് എങ്ങനെയും അവിടെ തന്നെ കൂടുക എന്ന ലക്ഷ്യത്തോടു കൂടി ആട്ടും തുപ്പും കേട്ട് അവിടെ തുടരണം എന്നുള്ള ആ മനസ്സോടു കൂടിയാണ് അത്തരത്തിൽ റോഡ് ഷെയറിസ്റ്റ്. ശരി സജി, എന്തായാലും നിങ്ങൾക്ക് കളിയാക്കുവാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. നന്ദി ശ്രീ സജി മഞ്ഞക്കടമ്പിൽ പ്രതികരിച്ചതിന്. ശ്രീ